കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം രൂക്ഷം. മരുന്നുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് രോഗികൾ വലയുന്ന സ്ഥിതിയിലാണ്. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ. അഭിന, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതിനാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രധാന കവാടമായ ഈ ഫാർമസിക്ക് സമീപം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ വലിയ രീതിയിലുള്ള മരുന്നുകൾക്കാണ് ഇപ്പോൾ ക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത്. ഇതുമൂലം രോഗികളെല്ലാം ഇപ്പോൾ വലയുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. രോഗികൾക്കൊപ്പം കൂട്ടുനിന്ന നമുക്കറിയാം, രോഗികൾക്കൊപ്പം മരുന്ന് വാങ്ങിക്കാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം ആളുകളുണ്ട്. അവരെല്ലാം മരുന്ന് വാങ്ങിക്കാൻ വരുമ്പോൾ പറയുന്നത് ഇനി മരുന്നുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്വകാര്യ ഫാർമസി സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. സമാനമായ രീതിയിൽ കഴിഞ്ഞ വർഷം 2024-ലും 2023-ലും സമാനമായ രീതിയിൽ മരുന്നുകൾക്ക് ക്ഷാമം അനുഭവപ്പെട്ടിരുന്നു. അന്നും ഇത്തരത്തിൽ വലിയ രീതിയിൽ വ്യത്യസ്ത പാർട്ടികളിൽ നിന്നാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പോലും വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ BJPയുടെ നേതൃത്വത്തിലെല്ലാം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിൽ പ്രധാനമായും പറയുന്നത് മരുന്ന് ക്ഷാമം പരിഹരിച്ച് രോഗികളുടെ അവസ്ഥ പൂർണ്ണമായും മാറ്റി നൽകണം എന്നുള്ളത് തന്നെയായിരുന്നു പാർട്ടിക്കാരെല്ലാം ആവശ്യപ്പെട്ടിരുന്നത്. ഇന്നലെയും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇവിടെ സമരം നടന്നിരുന്നു. അതിൽ വലിയ രീതിയിൽ അതൊരു വലിയ പ്രതിഷേധത്തിലേക്കാണ് അത് പോയിട്ടുണ്ടായിരുന്നത്. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വലിയ സംഘർഷം തന്നെയാണ് അന്ന് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും പറയുന്നത് മരുന്ന് ക്ഷാമം മാറ്റണം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തെ അതേ നിലപാട് തന്നെ ഇപ്പോഴും സ്വീകരിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഇതിലൊരു പരിഹാരം വേണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോഴും നിരവധി ആളുകളാണ് ഇങ്ങനെ മരുന്ന് വാങ്ങുന്നതിനായി ഈ ഫാർമസിയിലേക്ക് എത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല ആളുകളോടും നമ്മൾ പ്രതികരണങ്ങൾ ചോദിക്കുമ്പോഴും അവരെല്ലാം പറയുന്നത് തങ്ങൾക്ക് ഈ നമുക്കറിയാം ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കെല്ലാം സാധാരണക്കാർ ആശ്രയിക്കുന്നത് ഈ മെഡിക്കൽ കോളേജിനെയാണ് എന്നുള്ളതാണ്. കാരണം ക്യാൻസറിന് 8000 രൂപയാണ് ഇവിടെ. ക്യാൻസർ രോഗത്തിനുള്ള മരുന്നിൻ്റെ വില വെറും 8000 രൂപ മാത്രമാണ് നൽകുന്നത്. പക്ഷേ ഈ മരുന്ന് ഇവിടെ നൽകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റ് സ്വകാര്യ ഫാർമസികളെയാണ് ഇപ്പോൾ സാധാരണ ജനങ്ങളെല്ലാം ആശ്രയിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ മരുന്നുകൾ വാങ്ങാൻ നമുക്കറിയാം ഈ സമയങ്ങളിലെല്ലാം ഈ ഒരു ഫാർമസിയെ അനുഭവപ്പെടാറുള്ളത് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഫാർമസിയിലേക്ക് നോക്കിയാൽ തന്നെ കാണാൻ കഴിയുന്നത് ആകെ ഒരാൾ മാത്രമാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ ഈ സമയങ്ങളിലെല്ലാം വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്ന ഒരു ഫാർമസിയിൽ ഇപ്പോൾ ആളുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. കാരണം ഇവിടേക്ക് ആളുകൾ എത്തുന്നില്ല, മരുന്നുകൾ വാങ്ങിക്കാൻ ഇവിടേക്ക് ആളുകൾ എത്തുന്നില്ല. ഇവരെല്ലാം സ്വകാര്യ ഫാർമസികളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഒരാളോട് പ്രതികരണം ചോദിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഇവിടെ മരുന്ന് ലഭിക്കാത്തതിനാൽ തങ്ങൾ പുറത്തെ ഫാർമസിയിലേക്ക് പോയിട്ട് മരുന്ന് വാങ്ങുകയാണ്. ഇതിൽ വലിയ പണം നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇന്നലെയും അതുപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇത്തരത്തിൽ ഇവിടെ മരുന്ന് ലഭിക്കാത്തതിനാൽ പുറത്തു പോയിട്ട് മരുന്ന് വാങ്ങേണ്ട സ്ഥിതിയാണ് വരുന്നത് എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഇത് വലിയ വിഷമകരമായ ഒരു ഘട്ടം തന്നെയാണ്. കാരണം നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ ഈ ഇത്തരത്തിലുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്തിപ്പെടുമ്പോൾ ഈ അധികൃതർ കാണിക്കുന്ന ഈ ഒരു അനാസ്ഥ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് അവർക്ക് പറയാനുള്ളത്. തങ്ങളൊരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഇടപെടുന്ന ആളുകളോ ഒന്നും തന്നെയല്ല. പക്ഷെ തങ്ങളെ രക്ഷിക്കാൻ ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ സാധാരണ ജനങ്ങളെല്ലാം പറയുന്നത്. ഏതായാലും ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് വലിയൊരു പ്രതിഷേധം തന്നെ പരിപാടികൾ തന്നെ ഇവിടെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നേരത്തെ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കം പറയുന്നത് ഇതിനെതിരെ വലിയൊരു പ്രതിഷേധം തന്നെ പ്രിൻസിപ്പളിനെ, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ഉപരോധിക്കുകയും ഇതിന് കൃത്യമായൊരു നടപടി ആവശ്യപ്പെടുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് 10 മണിയോട് കൂടിയായിരിക്കും ഇന്ന് ഈ സമര പരിപാടികളെല്ലാം ഇവിടെ ആരംഭിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ ഇവിടേക്ക് മരുന്ന് വാങ്ങാൻ എത്തുന്ന ആളുകൾ കുറവാണ്. എല്ലാവരും പുറത്തേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഒരാളുടെ തേടാൻ സാധിക്കുന്നില്ല. കാരണം എല്ലാവരും ഇവിടെ നിന്ന് മടങ്ങുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. നമ്മൾ ഇവിടേക്ക് രാവിലെ എത്തിയപ്പോഴും ഇവിടെ നിന്ന്, അതായത് ഇവിടെ മരുന്നില്ല എന്നറിഞ്ഞതിനാൽ തന്നെ ഇവിടെ നിന്ന് മടങ്ങുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരെ നിർത്തിയിട്ട് നമുക്ക് ചോദിക്കാനും വയ്യ. കാരണം അത്രമാത്രം വലിയ മരുന്നുകൾ എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ തിരക്ക് അവർ പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രതികരണം നമുക്ക് തേടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് അല്പസമയത്തിനകം 10 മണിയോട് കൂടി തന്നെ കോൺഗ്രസ് നേതാക്കന്മാരുടെ സമര പരിപാടികൾ ഇവിടെ ആരംഭിക്കുകയായിരിക്കും. കഴിഞ്ഞ ദിവസം കൗൺസിൽ യോഗം ചേർന്നപ്പോഴും ഇതേ പ്രശ്നം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മരുന്ന് ക്ഷാമം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായിട്ടാണ് ഇത്തവണ മരുന്ന് ക്ഷാമം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് കൊടുത്തു തീർക്കാനുള്ള കുടിശ്ശിക ഇതുവരെയായിട്ട്
ക്കാർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് വിതരണക്കാർ പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക കൊടുത്ത് തീർത്ത് മരുന്ന് ക്ഷാമം കുറയ്ക്കണം എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ഏതായാലും കൗൺസിൽ യോഗത്തിലടക്കം ഈ ഒരു കാര്യം ചർച്ചയായതുകൊണ്ട് തന്നെ ഉടനടി കളക്ടർ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് ഇതിന് പരിഹാരമുണ്ടാക്കുമെന്ന് തന്നെ കരുതാം. ആതിര. അഭിന, ഈ മരുന്ന് ക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് വല്ല പ്രതികരണങ്ങളും ലഭിക്കുന്നുണ്ടോ? അതിര കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതുമായി സംബന്ധിച്ച് ഒരു പ്രതികരണവും ഈ കോഴിക്കോട് മെഡിക്കൽ സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നാണെങ്കിലോ അല്ലെങ്കിൽ കളക്ടറുടെ ഭാഗത്തു നിന്നാണെങ്കിലോ ആരും തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണവും തേടിയിട്ടില്ല എന്നുള്ളത് തന്നെ മനസ്സിലാക്കാം. പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് കൗൺസിൽ യോഗം, മേയറുടെ നേതൃത്വത്തിൽ കൗൺസിൽ യോഗം ചേർന്നിരുന്നത്. ഈ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിച്ചിരുന്നത് ഈ മരുന്ന് ക്ഷാമം തന്നെയായിരുന്നു. 2023-ലും 2024-ലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായിരുന്നു. അത് ക്യാൻസർ രോഗികളാവട്ടെ, ഹൃദ്രോഗികളാവട്ടെ, ഏത് തരത്തിലുള്ള രോഗാവസ്ഥയ്ക്കും നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമാണ് ക്യാൻസർ രോഗിനെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ മരുന്നുകൾ ലഭ്യമാക്കുന്നത്. പക്ഷേ ആ ഒരു മരുന്ന് പോലും ഇവിടെ ലഭ്യമാകാത്തത് വലിയ ദുരിതത്തിൽ തന്നെയാണ് ഈ രോഗികളെ വലയ്ക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായൊരു നടപടി വേണം. കഴിഞ്ഞ കോവിഡ് കാലത്തെ മരുന്നുകളുടെ ഈ എക്സ്പയറി ഡേറ്റ് അടക്കം ഇന്നലെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കാനാവുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നലെ കൗൺസിൽ യോഗത്തിൽ പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ടെന്നും ഇതിൽ കൃത്യമായ ഒരു നടപടി ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ഇന്നലെ പ്രതിപക്ഷം ഈ ഒരു വിഷയം കൗൺസിൽ യോഗത്തിലും ഉന്നയിച്ചിരുന്നത്. മെഡിക്കൽ കോളേജിന്റെ ഈ ഒരു മരുന്ന് ക്ഷാമം ഇതിൽ പ്രധാനമായും പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ വർഷം ഈ ഒരു മരുന്ന് ക്ഷാമം നേതാക്കളടക്കം വലിയ രീതിയിലൊരു പ്രതിഷേധമുണ്ടായപ്പോൾ പോലും അന്ന് കളക്ടർ ഇടപെട്ടുകൊണ്ടായിരുന്നു ഈ ഒരു മരുന്ന് ക്ഷാമം തീർത്തിട്ടുണ്ടായിരുന്നത്. അതായത് കുടിശ്ശിക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാം എന്നുള്ള ആ ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നതും പിന്നീട് ഈ സമരം അവസാനിച്ച് ഈ ഒരു ദുരിതം മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നും സമാനമായ രീതിയിൽ കോൺഗ്രസ് നേതാക്കളുടെ ഇന്നലെ മുസ്ലിം ലീഗ് നേതാക്കളുടെ സമരം ഉണ്ടായിരുന്നു. തുടർന്ന് ഇന്ന് കോൺഗ്രസ് നേതാക്കളാണ് ഇന്ന് പ്രധാനമായും ഈ ഒരു പ്രതിഷേധം ഉണ്ടാവുന്നത്. അത് സൂപ്രണ്ടിനെ ഉപരോധിക്കുകയാണ് ചെയ്യുന്നത്. പ്രസിഡന്റ് ഇതിൽ കൃത്യമായൊരു നടപടി വേണം, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തണം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്ന ഒരു കാര്യം. മാതിര. ശരി, അഭിന പി ചിറക്കലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.